നിന്റെ കഷ്ടപ്പാടെല്ലാം ഞാൻ മാറ്റിത്തരാം. നീ ചോദിക്കുന്ന കോടികൾ ഞാൻ തരാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം. ഇങ്ങനെ ഒരു അപരിചിതനായ സയന്റിസ്റ്റ് എന്തിനാണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നത്? ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നു. എന്തായാലും അവനെ ബെഞ്ചമിൻ ലാബിലേക്ക് കൊണ്ടുപോയി കൃത്യമായ ട്രെയിനിങ് കൊടുത്തു. ശേഷം അവനുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഒരു സ്മാർട്ട് വാച്ചും അവന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ ഈ അവസ്ഥയെ മുതലാക്കാൻ വേണ്ടിയാണോ അയാൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്? സൈഫർ എന്ന് പറയുന്ന വിചിത്രമായ പ്ലാനറ്റിലേക്ക് അവൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ ലാബിലൂടെ ടെലിപോർട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സൈഫർ പ്ലാനറ്റിലേക്ക് പോയി. ബെഞ്ചമിൻ ലിയോയ്ക്ക് വേണ്ട പ്രാഥമിക ട്രെയിനിങ് കൊടുത്തു. ടെലിപോർട്ടിംഗിലൂടെ സൈഫർ പ്ലാനറ്റിൽ എത്തിയ ലിയോ അവിടുത്തെ അത്ഭുത കാഴ്ച കണ്ട് ഞെട്ടി. ഭൂമിയിൽ നിന്ന് വരുന്ന ആളുകളെ അവിടെ ദേവാശ്രമത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. ഇവിടെ പുതുതായി വന്ന വേട്ടയാടാൻ അറിയാത്ത ലിയോ തന്റെ എനർജി കൂട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഏതെങ്കിലും ഒരു വിചിത്ര ജീവിയെ കൊന്ന് പോയിന്റ് കൂട്ടാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ വെള്ള നിറത്തിലുള്ള ചെന്നായിയെ അവൻ കണ്ടു. ഇത് കണ്ട് ലിയോ അങ്ങോട്ടേക്ക് ഓടി അവന്റെ കയ്യിലെ വാളെടുത്ത് അതിനെ ആക്രമിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ചെന്നായ പെട്ടെന്ന് അപ്സരസിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സുന്ദരി പെൺകുട്ടിയായി മാറി. ദേവാശ്രമം സന്ദർശിക്കാൻ വന്ന വിഭാഷയെ തന്റെ പ്രണയിനിയാക്കുമെന്ന് ലിയോ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും അവനെ കളിയാക്കി. നിനക്ക് വട്ടാണ്, ഇങ്ങോട്ട് വന്ന് എന്റെ കാല് മസാജ് ചെയ്ത അതാണ് നിനക്ക് പറ്റിയ പണി. ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ചു. അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, വിലയില്ലാത്തവനാണ്, അങ്ങനെ പലതും പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. ഇതൊന്നും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ല, എനിക്ക് എന്റേതായ ഡിഗ്നിറ്റി ഉണ്ട്, അതുകൊണ്ട് അല്പം ബഹുമാനത്തോടെ സംസാരിക്കൂ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത്രയ്ക്ക് ബഹുമാനം കിട്ടാൻ നീ എന്താണ് ചെയ്തതെന്ന് അവർ ചോദിച്ചു. നീ ഒരു യോദ്ധാവാണോ? മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നീ ചെയ്തത്? എന്നാൽ ഒരു കാര്യം പറയാം, വടക്കുള്ള പർവ്വതത്തിന്റെ മുകളിൽ ആർക്കും സമീപിക്കാൻ കഴിയാത്ത ഭീകരമായൊരു ഡ്രാഗൺ ഉണ്ട്. അതൊരു ദിവസം 3 തവണ വിഷം തുപ്പുകയും തീ ശ്വസിക്കുകയും ചെയ്യുന്നു. ആ ഡ്രാഗണിന്റെ വയറ്റിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കറുത്ത ക്രിസ്റ്റൽ ഉണ്ട്. അത് നീ കൊണ്ടുവാ, എന്നാൽ നീ ഒരു വലിയ യോദ്ധാവാണെന്ന് സമ്മതിക്കാമെന്ന് അവിടെ കൂടി നിന്ന എല്ലാവരും പരിഹാസത്തോടെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ലിയോ രണ്ടും കൽപ്പിച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്തു. നീ ഈ ടാസ്കിൽ തോറ്റ നിന്നെ കൊണ്ട് ഞാൻ വള ധരിപ്പിക്കും, നിന്നെ കൊണ്ട് ഞാൻ സാരി ഉടുപ്പിക്കും, നിന്റെ തല മൊട്ടയടിക്കും, കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി പരേഡ് നടത്തും. പക്ഷേ അവൻ രണ്ടും കൽപ്പിച്ച് ആ ടാസ്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോയി വേണം ഈ ടാസ്ക് നടത്താൻ. ഒരുപാട് ദൂരം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ എനർജി നിലനിർത്താൻ മറ്റു മൃഗങ്ങളെ വേട്ടയാടി തിന്നേണ്ടി വരും. ചെറിയ ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടാമെന്ന് കരുതി നോക്കിയപ്പോൾ അവൻ ഒരു ചെറിയ ആമയെ കണ്ടു. ആമയെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്ന് കരുതി തന്റെ കയ്യിലെ വാളെടുത്ത് മുന്നോട്ട് ചെന്നപ്പോൾ ആ ആമ ഒരു ഭീകര രാക്ഷസനായി മാറി. അവൻ ആ രാക്ഷസ ആമയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരിടത്ത് പോയി ഒളിച്ചിരുന്നു. രാക്ഷസ ആമ തന്നെ ആക്രമിക്കാൻ മുന്നിലേക്ക് വന്നപ്പോൾ അവൻ തന്റെ കയ്യിലുള്ള വാളെടുത്ത് ആമയുടെ കഴുത്തിൽ കുത്തേറ്റ ആമ നിലത്ത് വീണു. പിന്നെ ഒരു ചെറിയ ആമയായി മാറി. നിലത്ത് വീണ ആമയുടെ മാംസം കഴിച്ച് അവൻ വിശപ്പടക്കി. അപ്പോഴേക്കും അവനെ കാത്ത് അവിടെ ഒരു അത്ഭുതമുണ്ടായിരുന്നു. ലിയോ നോക്കി നിന്നപ്പോൾ ഒരു സ്വർണ്ണ തിളക്കമുള്ള വെളിച്ചം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത തിളക്കം. അവന്റെ കണ്ണുകൾ ഇരുണ്ടുപോയി. ക്ഷീണിതനായ ലിയോ തന്റെ തലയിൽ പിടിച്ചുകൊണ്ട് തറയിലേക്ക് ഇടിമുഴക്കത്തോടെ വീണു. അയാൾ ഉണർന്നപ്പോൾ ശരീരത്തിൽ മുഴുവൻ ഭാരം അനുഭവപ്പെട്ടു. അയാൾക്കൊരു വിചിത്രമായ അനുഭൂതി തോന്നി. കൂടാതെ കൈകളിലെ എല്ലാ ഞരമ്പുകളും പച്ചയായി വീർത്തിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ചിന്തിക്കാൻ സമയമില്ലാത്ത ലിയോ തന്നെ ഏൽപ്പിച്ച ടാസ്ക് പൂർത്തിയാക്കാൻ കുന്നിലേക്ക് നടന്നു. അവൻ അവിടെ കണ്ട വെളിച്ചം എന്തായിരുന്നു? അവൻ കഴിച്ച ആമയുടെ മാംസം കാരണമാണോ ശരീരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അതിലെന്തെങ്കിലും വിഷമുണ്ടാവുമോ? അല്ലെങ്കിൽ ആരെങ്കിലും അവനെതിരെ ഗെയിം കളിക്കുകയാണോ? ഡസൻ കണക്കിന് ചോദ്യങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. 10,000 കിലോമീറ്ററുകൾ നടന്നതിന് ശേഷം ലിയോ ക്ഷീണിതനായി. അവൻ ഒരു മരത്തിന്റെ കീഴിലിരുന്നു. ഇത് എത്ര ദൂരം നടക്കേണ്ടി വരുമെന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ ബെഞ്ചമിൻ എന്ന സയന്റിസ്റ്റ് അവന് നൽകിയ സ്മാർട്ട് വാച്ച് ടിൻ ടിൻ എന്ന് അടിക്കാൻ തുടങ്ങി. അയാൾ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഹേ ലിയോ, ഒടുവിൽ നിന്റെ അച്ഛൻ കരുതിയതുപോലെ നീ ആ സ്വർണ്ണ കവചം നേടി. അത് നിന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ സൂപ്പർ ജീനുകൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നിനക്ക് ധൈര്യമായി മലയിലേക്ക് പോകാം. പക്ഷെ അവിടെ മനുഷ്യരെ വിഴുങ്ങാൻ കഴിയുന്ന ഒരു സംസാരിക്കുന്ന മാന്ത്രിക മരമുണ്ട്. അതിനെ പേടിക്കണ്ട. ബെഞ്ചമിൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും മാന്ത്രിക മരം എന്ന് കേട്ടപ്പോൾ അവൻ ചെറുതായി ഒന്ന് പേടിക്കാൻ തുടങ്ങി. അയാൾ എന്തിനാണ് തന്റെ അച്ഛനെ പറ്റി സംസാരിച്ചതെന്ന ആശങ്ക ലിയോയ്ക്കുണ്ടായിരുന്നു. സർ, അപ്പോൾ നിങ്ങൾക്ക് എന്റെ അച്ഛനെ പറ്റി അറിയാമല്ലേ? അതെങ്ങനെ? നിങ്ങളും എന്റെ അച്ഛനും തമ്മിൽ എന്താണ് ബന്ധം? അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾ പറഞ്ഞ സുരക്ഷാ കവചം എവിടെയാണ്? ഞാൻ എങ്ങനെയാണ് ഇതിൽ വിജയിച്ചത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നു. അതൊന്നും നോക്കണ്ട, നീ സംസാരിക്കുന്ന മരത്തെ പറ്റി മാത്രം ചിന്തിക്കും. ഇത്രയും പറഞ്ഞ ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു. ഇത് അവനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. രോഗശൈലിയിൽ കിടക്കുന്ന അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ ടാസ്ക് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയാൽ ബെഞ്ചമിൻ തങ്ങൾക്ക് നൽകിയ പണം തിരികെ കൊടുക്കേണ്ടി വരും. മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലിയോ ഡ്രാഗണിന്റെ ഉള്ളിലുള്ള ക്രിസ്റ്റലിനെ പറ്റി മാത്രം
മാത്രം ചിന്തിച്ചു. എന്നിരുന്നാലും അവന്റെ മനസ്സിൽ ചില ചിന്തകളും പിന്നെയും പിന്നെയും അലട്ടിക്കൊണ്ടിരുന്നു. ടെൻഷൻ അടിച്ച് അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. സ്വയം ശാന്തനാകാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്നൊരു വലിയ വെളിച്ചം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ തിളക്കമുള്ള ജ്യോതിയായിരുന്നു. അത് മുഴുവൻ കാടിനെ പ്രകാശിപ്പിച്ചു. ഓം ക്രീം ഓം ക്രീം തുടങ്ങിയ മന്ത്രങ്ങൾ അവിടെ കേൾക്കാൻ തുടങ്ങി. അവിടെയുള്ള കാഴ്ചകൾ വളരെ ഭയാനകവും വിചിത്രവുമായിരുന്നു. ലിയോ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ ആ വെളിച്ചം അടുത്ത മരത്തിലേക്ക് പോയി. പതിയെ ആ മരം ലിയോയുടെ അടുത്ത് വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ആകെ ഭയന്നുപോയി. ബെഞ്ചമിൻ സാർ പറഞ്ഞ മരം ഇതാണോ? എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അവന്റെ ഈ ഭയം കണ്ട് മാന്ത്രിക മരം ചിരിച്ചു. ലിയോ, നീ ഭൂമിയിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? നീ നടത്തിയ വെല്ലുവിളിയെക്കുറിച്ച് എനിക്കറിയാം. നിനക്ക് ആ വെല്ലുവിളി വിജയിക്കണമെങ്കിൽ നിനക്കെന്റെ സഹായം ആവശ്യമാണ്. നിന്റെ ഉള്ളിലെ സൂപ്പർ ജീനിന്റെ നിഗൂഢ ശക്തി ഞാൻ പുറത്തു കൊണ്ടുവരാം. അപ്പോൾ ലിയോ തനിക്ക് ബെഞ്ചമിൻ നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് ഓർത്തു. ഈ മരത്തെ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. നീ എന്തിനു എന്നെ സഹായിക്കുന്നു? ഇത് കേട്ടതും മരം മറുപടി പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ രഹസ്യ കാരണമുണ്ട്. നിന്റെ അച്ഛൻ ഇല്ലാതാകാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് നിനക്കറിയാമോ? മാന്ത്രിക മരം ഇങ്ങനെ നിഗൂഢമായി മറുപടി പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ലിയോയ്ക്ക് കഴിയില്ലായിരുന്നു. തന്റെ അച്ഛനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അവന്റെ ഉള്ളിൽ തോന്നി. അതിനുവേണ്ടി മരത്തിൽ നിന്ന് സഹായം തേടാൻ അവൻ തീരുമാനിച്ചു. അപ്പോഴേക്കും മാന്ത്രിക മരം അവന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അത് കേട്ട് ഉടനെ തന്നെ ലിയോയുടെ കണ്ണിൽ ഒരു തീപ്പൊരി പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടി ആ വെല്ലുവിളിയിൽ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മൂന്നാമതൊരാൾ അവിടെ നിഴലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലിയോ അത് ശ്രദ്ധിച്ചില്ല. ഉടനെ ആ വ്യക്തി തന്നെ ഡിജിറ്റൽ ലോക്കറ്റ് പുറത്തെടുത്ത് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഡിജിറ്റൽ ലോക്കറ്റിലൂടെ വിഭാഷയെ അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ അവൾ സൈഫർ പ്ലാനറ്റിലെ ഏറ്റവും വലിയ പ്രശസ്ത മാന്ത്രികനെ വിളിച്ച് സംസാരിച്ചു. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഭീരുവായ ലിയോയെ എങ്ങനെയെങ്കിലും ഡ്രാഗന്റെ മുന്നിൽ തോൽപ്പിക്കണം. അപ്പോഴേക്കും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ മാന്ത്രികൻ അവളെ അറിയിച്ചു. എന്റെ മന്ത്രവിധികൾ ഇതുവരെ എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. എന്റെ കൈവശമുള്ള ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് വളരെ ദൂരമുള്ള ആ ഭീമൻ ഡ്രാഗണിനെ ഞാൻ കൂടുതൽ ശക്തരാക്കും. അവൻ ഇനി ആ ഡ്രാഗണിനെ കൊന്നാലും അതൊരു ചാരമായി മാറുന്നതുവരെ ഞാൻ അതിൽ ശക്തി നിറച്ചുകൊണ്ടിരിക്കും. ലിയോയുടെ മരണം ഉറപ്പാണ്. അവൻ അഹങ്കാരത്തോടെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടതും അവൾ കൂടുതൽ സന്തോഷവതിയായി. അവൾ അവന് പ്രതിഫലം കൊടുത്തു. ഉടനെ തന്നെ അവൾ ലിയോയെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ച സുഹൃത്തിനെ വിളിച്ചു. ലിയോ അവിടെ വേറെ എന്താണ് ചെയ്യുന്നത്? മാന്ത്രിക മരവും അവനും തമ്മിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? എല്ലാം എന്നെ കൃത്യമായി അറിയിക്കുക. എന്നാൽ മനുഷ്യരെ വിഴുങ്ങുന്ന ആ സംസാരിക്കുന്ന മരം സഹായിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവളോട് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്ന ലിയോ ഒടുവിൽ വടക്കേ മൂലയിലുള്ള കുന്നിന്റെ മുകളിലേക്ക് നടന്നു. അവന്റെ ഒപ്പം സംസാരിക്കുന്ന മാന്ത്രിക മരവും എത്തി. അപ്പോഴേക്കും കുന്നിന്റെ മുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ അവിടുത്തെ ജനങ്ങൾ ഒത്തുകൂടിയിരുന്നു. ധീരമായ വിഭാഷ പോലും ശ്വാസം മടക്കി പിടിച്ച് അടുത്തത് എന്ത് സംഭവിക്കുമെന്നറിയാൻ കാത്തിരുന്നു. ലിയോ നിൽക്കുന്ന മലയിലെ അന്തരീക്ഷം ഭയാനകമായിരുന്നു. എവിടെ നോക്കിയാലും പൊള്ളലേറ്റ് മരിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജഡം, വിഷവായി ശ്വസിച്ച് ജീവന് വേണ്ടി യാചിക്കുന്ന ചെറിയ അന്യഗ്രഹ ജീവികൾ, വീഴാൻ പോകുന്ന മരങ്ങൾ എല്ലാം കണ്ടപ്പോൾ ലിയോയ്ക്ക് അതൊരു ശ്മശാനം പോലെ തോന്നി. ആ ഭയാനതയ്ക്ക് പുറമെ അവന്റെ വായ വരണ്ടുപോയി. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വാക്ക് പോലും അവന് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ വിഭാഷയും സുഹൃത്തുക്കളും തന്നെ ഇനിയും ഇതിന്റെ പേരിൽ അപമാനിക്കുമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും സംസാരിക്കുന്ന മാന്ത്രിക വൃക്ഷം തന്നോട് പറഞ്ഞ രഹസ്യം എന്താണെന്ന് അവൻ ഓർത്തു. ഡ്രാഗണിനെ കൊല്ലണം എന്ന് അവൻ ചിന്തിച്ചു. അതിനുശേഷം അവൻ ഒരടി മുന്നോട്ട് കാലുവെച്ചു. അപ്പോഴേക്കും ഭീകരമായ ഡ്രാഗൺ അവന്റെ വിശ്വരൂപമെടുത്ത് മുന്നിലേക്ക് വന്നു. അത് ഗർജിച്ചുകൊണ്ട് തീ തുപ്പിയ ശേഷം ലിയോയുടെ അടുത്തേക്ക് പാഞ്ഞു. എന്നാൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. മാന്ത്രിക വൃക്ഷത്തിന് അതിന്റെ ശക്തിയിൽ നിന്ന് ഡ്രാഗണിന്റെ ശക്തി 100 ഇരട്ടി വർദ്ധിച്ചു എന്ന് മനസ്സിലായി. ലിയോ, ഒരു നിമിഷം നിൽക്കൂ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഡ്രാഗൺ കടുവയുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. അതിനു പുറമെ മറ്റെന്തെങ്കിലും ശക്തി ഉണ്ടോ എന്ന് കൂടി അറിയണം. നീ അങ്ങോട്ടേക്ക് പോകരുത്. നിൽക്കൂ. മാന്ത്രിക വൃക്ഷം അവന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ ലിയോ ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. വിഭാഷയ്ക്ക് അത് മതിയായിരുന്നു. ഈ സമയം ബെഞ്ചമിൻ അവനെ വെല്ലുവിളിച്ചു. ലിയോ, മടിക്കണ്ട. പോയി വിജയിച്ചുകൊണ്ട് തിരിച്ചു വരും. നിന്റെ അച്ഛൻ നിന്റെ ഒപ്പമുണ്ടാകും. അപ്പോൾ ലിയോയ്ക്ക് തന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി അനുഭവപ്പെട്ടു. അവൻ ഒരു പടി മുന്നിലേക്ക് വന്നു. എന്നാൽ ആ മാന്ത്രികൻ ബ്ലാക്ക് മാജിക് പ്രവർത്തിക്കാൻ തുടങ്ങി. സൈഫർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്നത്ര കഠിനമായ ഒരു രൂപം ഡ്രാഗൺ സ്വീകരിച്ചു. എന്നിരുന്നാലും ഹൃദയം തകർന്ന ലിയോ തന്റെ അച്ഛനെ പോലെ താൻ അനുഭവിച്ച അപമാനം ഓർത്ത് മുന്നോട്ട് നീങ്ങി. ഒരു ഘട്ടത്തിൽ ലിയോയുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുമായിരുന്നു. ലിയോ, അങ്ങോട്ടേക്ക് പോകരുത്.
മാന്ത്രിക മരം പിന്നെയും അലറി. ഇതൊന്നും കാര്യമാക്കാതെ ലിയോ മുന്നിലേക്ക് നടന്നു. ലിയോ ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള വില്ലിൽ നിന്ന് ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു അമ്പ് ചെയ്തു. എന്നാൽ ഒരു കണ്ണിമ വെട്ടൽ കൊണ്ട് ഒരു വിചിത്ര സംഭവം അവിടെ അരങ്ങേറി. ആ കാഴ്ച അവിടെ കൂടി നിന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും ഞെട്ടലോടെ നോക്കി. ആളുകൾ ഭയക്കാൻ മാത്രം എന്താണ് ഈ മലമുകളിൽ സംഭവിച്ചത്? ലിയോ ശക്തനായ ഡ്രാഗനെ വേട്ടയാടുമോ, അതോ അതിന്റെ വായിൽ വീണ് പൊള്ളലേൽക്കുമോ? ലിയോയും വിഭാഷയും തമ്മിലുള്ള പോരാട്ടം ഏത് തലത്തിലെത്തും? ലിയോയുടെ ജീവിതത്തിൽ നടക്കുന്ന വിചിത്ര സംഭവങ്ങളുടെ നിഗൂഢത എന്താണ്? ലിയോയുടെ അച്ഛന്റെ തിരോധാനത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മനുഷ്യരെ വിഴുങ്ങുന്ന സംസാരിക്കുന്ന മരം ഒരു സാധാരണക്കാരനായ ലിയോയെ എന്തിനാണ് സഹായിച്ചത്? ലിയോ എല്ലാം അവസാനിപ്പിച്ച് ഭൂമിയിലേക്ക് വന്ന് തന്റെ കുടുംബവുമായി ഒത്തുചേരുമോ? ഇതെല്ലാം കേൾക്കാൻ വേണ്ടി തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500 തികച്ചും സൗജന്യമായി.